ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു സിമ്പിൾ ബോട്ടിലാട്ടായിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുക തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബോട്ടിലിന് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഡാർക്ക് കളർ ആയതുകൊണ്ട് ഫസ്റ്റ് കോട്ട് മാത്രമേ ആവശ്യമുള്ളൂ, സെക്കൻഡ് കോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരേ ഒരു കോട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ എയർ ഡ്രൈ ക്ലേ എടുക്കുകയാണ്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫെദറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊരു സിസേഴ്സ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം, സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഫെദർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് നമ്മളിത് ക്രോസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതപ്പോൾ നല്ല അടിപൊളി ഫെദർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വൈറ്റ് ആയിട്ട് തന്നെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കളർ കൊടുക്കാം. ഞാനിവിടെ റെഡ്, ഓറഞ്ച്, യെല്ലോ 3 കളേഴ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് റെഡ് കൊടുത്തിട്ട് നമ്മൾ ഓറഞ്ച് കൊടുക്കുമ്പോൾ ആ സെയിം ബ്രഷ് കൊണ്ട് കഴുകാതെ തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 കളറും കൂടി മിക്സ് ചെയ്ത ഷെയ്ഡ് കിട്ടും. എന്നിട്ട് അതുകൊണ്ട് തന്നെ കഴുകാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ള് കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടും. ഇനി അവസാനമായിട്ട് നമുക്ക് യെല്ലോ കളറും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. 3 കളേഴ്സ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ബോട്ടിലിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഗ്ലൂ ഗൺ കൊണ്ടാണ് സ്റ്റിക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു കളറ്, യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച്, റെഡ്, ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് വൂളെടുത്തിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ചുറ്റി കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് ഇതിനൊരു വാർണിഷും കൂടെ കൊടുക്കണം. നമ്മൾ ഏത് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും വാർണിഷ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുറേ കാലം കേടുവരാതിരിക്കും. അപ്പോൾ നമുക്കിതിന് ഫുള്ളായിട്ടൊന്ന് വാർണിഷ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്, കുറച്ച് സമയം ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഫെദർ ഉണ്ടാക്കിയിട്ട് നമുക്കിത് ട്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, അസ്സലാമു അലൈക്കും.